അസ്ഫോഡിലേഷ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർ വാഴ. പേരിൽ സാമ്യമുണ്ടെങ്കിലും വാഴയുമായി ഇതിന് ബന്ധമൊന്നുമില്ല. വളരെയധികം ഔഷധഗുണമുള്ള ചെടിയാണ് ഇത്. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർ വാഴ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കുള്ള നല്ല പ്രതിവിധിയാണ് ഇത്. ഇലകളിൽ ജലാംശം നിറഞ്ഞ് വീർത്തവയാണ്. ഇലകളുടെ അരികുകളിൽ മുള്ളുകൾ ഒരു ദിശയിലേക്ക് അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്നു. ഉദ്യാന സസ്യമായി വളർത്തുവാൻ കഴിയുന്ന ഒരു സസ്യം കൂടിയാണ് കറ്റാർ വാഴ. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന പുതിയ കിളിർപ്പുകൾ നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. കള്ളിമുൾ ചെടി വിഭാഗത്തിൽപ്പെടുന്ന ഈ കുഞ്ഞൻ സസ്യം ഒരു ചെടിയുടെ ആയുസ്സിൽ 3.5 കിലോയോളം വിളവ് എടുക്കാം. കറ്റാർവാഴയുടെ ഇല അഥവാ പോളകളിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലിൽ അടങ്ങിയിരിക്കുന്ന മ്യൂക്കോപോളിസാക്കറൈഡുകളാണ്. കറ്റാർവാഴയിൽ ജീവകങ്ങൾ കാൽസ്യം, സിങ്ക്, ഇരുമ്പ്, എൻസൈമുകൾ, അമിനോ അമ്ലങ്ങൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. വിപണിയിൽ ആരോഗ്യപാനീയങ്ങൾ, മോയ്സ്ചറുകൾ, ലേപനങ്ങൾ തുടങ്ങിയ നിരവധി കറ്റാർവാഴ ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ, കുഴിനകം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള കറ്റാർവാഴ നീര് അത്യന്തരം ഗുണകരമാണ്. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. കൂടാതെ ബാക്ടീരിയ, പൂപ്പൽ എന്നിവയെ ചെറുക്കുന്നതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കുമാര്യാസവം, മഞ്ചിഷ്ടാദി തൈലം എന്നിവയിൽ കറ്റാർവാഴ ഉപയോഗിക്കുന്നു. കൂടാതെ കറ്റാർവാഴ കൊണ്ട് സോപ്പ്, ത്വക്ക് ഈർപ്പമുള്ളതാക്കുന്ന കുഴമ്പുകൾ, മരുന്ന്, ആഹാരം, ലോഷൻ, ബേബി ഡൈപ്പേഴ്സ്, ടൂത്ത് പേസ്റ്റ്, വിവിധ തരം പാനീയങ്ങൾ, അഡൾട്ട് പേഡ്സ്, എയർ ഓയിൽസ്, ഫേസ് വാഷ്, ഫേസ് ക്രീം, ബേബി സോപ്പ് എന്നിവയിലെല്ലാം കറ്റാർവാഴ ഉപയോഗിക്കുന്നു.